ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ കടന്നു വരുവാനായിട്ട് കർത്താവ് സഹായിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് നിരവധി ദൈവവചനത്തിൻ്റെ ഭാഗങ്ങളെ ചിന്തിപ്പാൻ തക്കണം ഇടയായിത്തീർന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. അതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം കരയറ്റുകയാണ്. ദൈവവചന പഠനം മൂലമായിട്ട് എനിക്ക് ദൈവവചനത്തിൻ്റെ ഒരുപാട് ആഴങ്ങളിലോട്ട് കടന്നു ചെല്ലുവാൻ, അത് ഒരുപാട് വിഷയങ്ങൾ പ്രായോഗിക ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ട് ശ്രമിക്കുവാൻ ദൈവം എനിക്കും ഒരു അവസരം തന്നു. അതിനെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ്. തുടർന്ന് നമ്മൾ ഇനിയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ ഉപമകളെ പറ്റി ഒന്ന് ചിന്തിക്കാം എന്നാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഭൂരിഭാഗം ഉപമകൾ നമുക്ക് അറിയാം. എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന വശങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നമുക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. അതിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ ആത്മീയ വശങ്ങൾ, പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പകർത്തുവാൻ കഴിയുന്ന നല്ല നല്ല പാഠങ്ങൾ അതൊക്കെ ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 45 അധികം വരുന്ന ഉപമകൾ നമ്മുടെ കർത്താവ് പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ഉപമകൾ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്ന ഉപമകളാണ്. എന്നാൽ ചില വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയാണ്. വലിയ വിഷയമാണെങ്കിലും ചില വാക്കുകളിൽ മാത്രം അത് സംഗ്രഹിച്ചിരിക്കുകയാണ്. അതിന് ഹൈപ്പർബോളിക് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും, അതിശയപ്രയോക്തി എന്ന് പറയാറുണ്ട്. അതും ഉപമകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഓർഡർ അനുസരിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇവയെല്ലാം അതിൻ്റെ ഓർഡർ അനുസരിച്ച് പറഞ്ഞു പോകാം എന്നാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ആരംഭമായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ഭാഗം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവില നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിനെ കോൽ പോൽക്കാതെ സഹോദരന്റെ കരട് നോക്കുന്നതെന്ന് അല്ല, സ്വന്തം കണ്ണിനെ കോലിരിക്കെ ഈ സഹോദരനോട് വില്ല് നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? അവിടെ വൃത്തിക്കാര നിങ്ങളുടെ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, ഇനി സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെടിപ്പായി കാണും. വിശുദ്ധമായ നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയുമല്ല. അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരുത്. ഈ ഭാഗങ്ങളിൽ 2 ചെറിയ ഉപമകളാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? ഇതൊരു ഉപമയായിട്ട് ഒരു ആലങ്കാരികമായ വിധത്തിൽ പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമതായിട്ട്, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത് എന്ന് പറയും. ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഉപമകളുടെ ലിസ്റ്റിൽ പെടുന്നത് കൊണ്ട് അതുകൂടെ ഒന്ന് പഠിച്ചു പോകുന്നത് നമുക്കെല്ലാവർക്കും പ്രയോജനമായി തീരും. മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 അധ്യായം വരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 5-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ 5-ാം അധ്യായത്തിൽ ആന്തരികമായിട്ടുള്ള ആത്മീയ ജീവിത വിഷയങ്ങളെപ്പറ്റി കർത്താവ് 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആഴമേറിയ ആത്മീയ ജീവിതത്തെപ്പറ്റി പറയുന്നുണ്ട്. മാത്രമല്ല, കൊടുക്കുന്നതിനെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥനയെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്, ഉപമകളെപ്പറ്റി, ഉപവാസത്തെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്, ഭൗതികമായ ചിന്തകളെപ്പറ്റി അവിടെ പറയുന്നുണ്ട്, വിചാരപ്പെടുന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം 5-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 7-ാം അധ്യായത്തിലൂടെ നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസികൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇത് പരീശന്മാരെയും ശാസ്ത്രിമാരെയും മുമ്പിൽ കണ്ടുകൊണ്ട് കർത്താവ് പറഞ്ഞായിരിക്കുന്ന വാക്കുകളാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്.
പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒരു പ്രത്യേകത, അവരെപ്പോഴും സ്വയം ആയി പ്രശംസിക്കുന്നവരായ ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾ മറ്റുള്ളവരെക്കാട്ടിൽ നല്ലവർ എന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടർ. ബാക്കി എല്ലാ ആൾക്കാരും മോശക്കാർ എന്നുള്ള ചിന്താഗതിയാണ് ഈ കൂട്ടർക്കുള്ളത്. എല്ലാം കൊണ്ടും ഞങ്ങൾ പൂർണ്ണരായിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടർ. അതുമാത്രമല്ല, ഭക്തിയിൽ ഞങ്ങൾ തികഞ്ഞവരാണ്, ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾ തികഞ്ഞവരാണ്, ആർക്കും ഒരു ദോഷവും ഞങ്ങളെപ്പറ്റി പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്രായേലുണ്ടായിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും. മാത്രമല്ല, ന്യായപ്രമാണം അതുപോലെ അതുപോലെ പഠിക്കുന്നവരാണ്, അഥവാ അനുസരിക്കുന്നവരാണ് എന്നുള്ള ചിന്ത അവർക്കുണ്ട്. ഇങ്ങനെയുള്ള സ്വഭാവ രീതികൾ ഉള്ളത് കൊണ്ട് അവരെപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ കുറവശങ്ങളെ എപ്പോഴും ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ്. ആ രണ്ട് കൂട്ടരെ കണ്ടുകൊണ്ടാണ് കർത്താവ് വിശ്വാസികളോടായിട്ട്, അഥവാ ശിഷ്യന്മാരോടായിട്ട് ഈ ഒരു കാര്യം ഇവിടെ വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ തന്നെ യഹൂദ റബിമാർ അവരുടെ ജനത്തെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും അത് ഓർപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കരുത്, കുറ്റം പറയരുത് എന്ന് യഹൂദ റബിമാർ എപ്പോഴും അവരുടെ ശിഷ്യഗണങ്ങളെ, വിശ്വാസമൂഹത്തെ ഓർപ്പിക്കാറുണ്ട്. അവരെ ഓർപ്പിക്കുന്നത്, നിങ്ങളെല്ലായ്പ്പോഴും, യഹൂദ റബിമാർ ഓർപ്പിക്കുന്നത്, നിങ്ങളെല്ലായ്പ്പോഴും 6 കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം എന്നവർ ഓർപ്പിക്കാറുണ്ട്. 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ക്രെഡിറ്റായിട്ടും പ്രോഫിറ്റായിട്ടുള്ളത്, അഥവാ കീർത്തിയായിട്ടും ലാഭമായിട്ടുള്ളത് ഈ 6 കാര്യങ്ങളാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് തിരുവെഴുത്തുകളെ നന്നായി പഠിക്കുക, ആഴമായി തിരുവെഴുത്തുകളെ പഠിക്കുക. രണ്ടാമത്, രോഗികളെ നിങ്ങൾ സന്ദർശിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നിങ്ങളുടെ സാന്നിധ്യം അവർക്കൊരു അനുഗ്രഹമാണ്, അവർക്ക് ആശ്വാസമാണ്, അവർക്ക് സൗഖ്യമാണ്. അതുകൊണ്ട് വിശ്വാസികളായിരിക്കുന്നവരോട് റബിമാർ യഹൂദന്മാരോട് പഠിപ്പിക്കുന്നത്, എപ്പോഴെങ്കിലും രോഗികളുണ്ടെന്നറിഞ്ഞാൽ അവരെ സന്ദർശിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, മൂന്നാമതായിട്ട് അതിഥി സൽക്കാർ ഒരിക്കലും മറക്കരുത് എന്ന് അവർ പഠിപ്പിക്കാറുണ്ട്. നാലാമതായിട്ട്, എപ്പോഴും പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറ്റിരിക്കുന്നവരായിരിക്കണം എന്ന് പറയുന്നു. പ്രാർത്ഥനാ ജീവിതം വളരെ ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്നു. കൂടാതെ നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ കുട്ടികളെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം, അഥവാ തിരുവെഴുത്തുകളെ പഠിപ്പിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അവരോട് ഓർപ്പിക്കുകയാണ്. ആറാമതായിട്ട്, മറ്റുള്ളവരുടെ നന്മയെപ്പറ്റി ചിന്തിക്കുക, ദോഷങ്ങളെപ്പറ്റി ചിന്തിക്കാതെ അവരുടെ നന്മയെപ്പറ്റി എപ്പോഴും ചിന്തിക്കുക, അവർക്കായി പ്രാർത്ഥിക്കുക. ഇങ്ങനെ 6 കാര്യങ്ങൾ യഹൂദ റബിമാർ ജനത്തെ എപ്പോഴും പഠിപ്പിക്കാറുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ്. അത് നമ്മൾ അനുഷ്ഠിക്കുന്നവരാണ്, അത് ചെയ്യുവാൻ കടപ്പെട്ടവരുമാണ് എന്നുള്ളത് നമുക്കും അത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന വിഷയമാണ്. ഇവിടെ 7-ാം അധ്യായത്തിൽ നാം വായിച്ചായിരിക്കുന്ന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, ആത്മീയ സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. കൂട്ടു സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് നാം ആദ്യമായി ചിന്തിക്കാൻ പോകുന്ന 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, 7-ന്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു ഒരു അടിസ്ഥാന തത്വം അങ്ങോട്ടിടുകയാണ്. ആ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുത്. അതൊരു അടിസ്ഥാന പ്രമാണം, അടിസ്ഥാന തത്വം അങ്ങോട്ടിടുകയാണ്. 2-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, ആ അടിസ്ഥാന തത്വത്തിൻ്റെ വേദശാസ്ത്രപരമായി അതിനെ ന്യായീകരിക്കുന്നു, അതോ വിശദീകരിക്കുക. ആ അടിസ്ഥാന തത്വത്തിൻ്റെ വേദശാസ്ത്രം കർത്താവ് അവിടെ പറയുകയാണ്. 3 മുതൽ 5 വരെയുള്ള ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, ഈ പറഞ്ഞ തത്വത്തെയും വേദശാസ്ത്ര ചിന്താഗതിയെയും ഉദാഹരണ സഹിതമായിട്ട് തെളിയിച്ചു കൊടുക്കുക. അതാണ് നാം കാണുന്നത്. സഹോദരൻ്റെ കണ്ണിൽ
കരട് അത് വെച്ചുകൊണ്ട് സഹോദരൻ്റെ കണ്ണിൽ കരടെടുക്കാൻ പോരുത് എന്ന് പറയും. അതിനുശേഷമായിട്ട് വിശുദ്ധമായിട്ടുള്ള നായ്ക്കൾക്കും അതുപോലെ തന്നെ പന്നികളുടെ മുമ്പിൽ നിങ്ങൾ മുത്തുകളിടുകയും ചെയ്യരുത്. അത് ഈ പറഞ്ഞതായിരിക്കുന്ന വിഷയത്തിൻ്റെ ഉദാഹരണ സഹിതം തെളിയിക്കുക. ഒന്നാമതായിട്ട് കാണുന്നത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. യേശു തൻ്റെ ശിഷ്യഗണത്തെപ്പറ്റി അവരോട് പഠിപ്പിക്കുന്നത് നിങ്ങൾ ആരെയും വിധിക്കരുത് എന്ന് പഠിപ്പിക്കുക. ആരെയും നിങ്ങൾ വിധിക്കരുത്. അതേ കർത്താവ് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്, കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിൻ. രണ്ടും കർത്താവ് പറയുന്നു. നിങ്ങൾ ആരെയും വിധിക്കരുത് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, കാഴ്ചപ്രകാരം ആരെയും വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിൻ. അപ്പോൾ വിധിക്കുവാൻ നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കണമെന്നാ? നീതിയുള്ള വിധിയായിരിക്കണം. അതിനകത്ത് നീതി ഉണ്ടായിരിക്കണം, ദൈവനീതി ഉണ്ടായിരിക്കണം. അപ്പോൾ വിധിക്കുവാൻ നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ കാഴ്ചപ്രകാരമല്ല, കണ്ടതിൻ്റെയും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നീതിപൂർവ്വമായിരിക്കുന്ന ഒരു വിധി നടക്കണം. അപ്പോൾ ആ നീതിപൂർവ്വം വിധിക്കണമെന്നുണ്ടെങ്കിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് നാം മനസ്സിലാക്കണം. എങ്ങനെയാണ് നമുക്ക് ഒരു നീതിയുള്ളായിരിക്കുന്ന വിധി നടത്തുവാൻ കഴിയുക? വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമുമ്പാകെ നാമും നീതിയുള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനിയും വിധിക്കുന്നത് രണ്ടളവിലാണ്. ഒന്നാമത് ഹാർഷായിട്ട്, വളരെ കഠിനമായ നിലയിൽ, പരിപരുത്ത നിലയിൽ, കർക്കശമായിട്ട്, ഒരു നിഷ്ഠൂരമായ നിലയിൽ ക്രോധത്തോടുകൂടി പെരുമാറുന്നത് ഒരു വിധിയാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ്, അതായത് ആ വ്യക്തിയെ സ്വഭാവ ഹത്യ നടത്തുക, അവനെ എന്നേക്കുമായി നശിപ്പിക്കുക, വിനാശകരമായിട്ടുള്ള വിമർശനം. ഇത് സെക്യുലർ ലോകത്തിൽ കണ്ടുവരുന്ന ഒരു ചിന്തയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലകളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. എങ്ങനെയെങ്കിലും ഒരു വ്യക്തിയെ അവൻ്റെ സ്വഭാവത്തെ നടത്തി അവൻ നശിപ്പിച്ച് കളയുക എന്നുള്ളത് രാഷ്ട്രീയ മേഖലകളിൽ, പൊതുവായ സെക്യുലർ മേഖലയിൽ കാണുന്നതായിരിക്കുന്ന ചിന്താഗതിയാണ്. അതിൻ്റെ ആയിരിക്കുന്ന സ്വാധീനവും വിശ്വാസ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ സെക്യുലർ ലോകത്തിൽ കാണുന്നതിൻ്റെ നടന്നു വരുന്നതിലൊക്കെ സ്വാധീനം സഭകളിലൊക്കെ കൂടിയിട്ടുണ്ട്. ഇവിടെ ചില ആൾക്കാരുടെ സ്വഭാവ രീതി എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരളവിൽ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു സ്വഭാവ രീതിയുണ്ട്. എനിക്കും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു കുറ്റം വിധിക്കുന്നു, ന്യായം വിധിക്കുന്നു. അതെല്ലാവർക്കും ഉള്ളതാണ്, എനിക്കും ഉണ്ട്. പക്ഷെങ്കിൽ നാം ദൈവവചനത്തിലോട്ട് ഇറങ്ങിച്ചെന്നിട്ട് എന്താണ് കർത്താവ് നമ്മോട് പറവാളായിരിക്കുന്ന ആത്മീയ ദൂത് എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവവചനം ഇങ്ങനെ ആഴമായി പഠിച്ചു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ പെരുമാറ്റ രീതികൾക്ക് മാറ്റം വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഇനി ഒരുപാട് മാറ്റങ്ങൾ നടക്കുവാനായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ന്യായം വിധിക്കുമ്പോൾ ഒരു വ്യക്തി നീതിപൂർവമല്ലാതെ ന്യായം വിധിക്കുമ്പോൾ അതിൻ്റെ ചില പാർശ്വഫലങ്ങളുണ്ട്. അത് എന്ന് പറയുന്നത്, ഞാൻ മറ്റുള്ളവരെക്കാട്ടിൽ പൂർണ്ണനാണ് എന്ന് സ്ഥാപിക്കാനുള്ളായിരിക്കുന്ന ഒരു ആഗ്രഹം. അതാണ് പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഉള്ളിലുള്ള ചിന്താഗതി. ഞങ്ങൾ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ പൂർണ്ണരാണ് എന്നുള്ളായിരിക്കുന്ന ഒരു ചിന്താഗതി. 2, മറ്റുള്ളവരുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എൻ്റെ പഴയതും ഇപ്പോഴുള്ളതുമായിരിക്കുന്ന കുറവുകൾ അങ്ങ് മറഞ്ഞു കിട്ടും എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്താഗതി. അതൊരിക്കലും അത് മറഞ്ഞു കിട്ടുന്നില്ല. ഈ ചിന്താഗതിയാണ് കർത്താവ് ഇവിടെ വിശദീകരിക്കുന്നത്. ഈ മനുഷ്യനുള്ളായിരിക്കുന്ന ഈ ചിന്താഗതിയാണ് കർത്താവ് ഇവിടെ പറയുന്നത്.
എന്നാൽ ചില ആൾക്കാർ ഈ വാക്യത്തെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാറുണ്ട്. അതായത് നാം ആരെയും ഒന്നും പറയുവാൻ പാടില്ല. അതായത് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് എന്ന് പറഞ്ഞ വാക്യത്തെ എടുത്തുകൊണ്ട് നമ്മൾ ആരെയും ഒന്നും ഒരിക്കലും പറയാനായിട്ട് പാടില്ല. 2, ആരെക്കുറിച്ചും ഒന്നും പറയാനായിട്ട് പാടില്ല. എപ്പോഴും മൗനമായി ഇരിക്കണം. ഇതാണോ ഇതിൻ്റെ അർത്ഥം? അങ്ങനെ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും പറ്റുകയില്ല. നമുക്കെല്ലാവർക്കും ഉള്ളതായ ഒരു സ്വഭാവ വിശേഷതയാണ് വിമർശനാത്മകമായ വിവേകം എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ക്രിട്ടിക്കൽ മൈൻഡ്, വിമർശനാത്മകമായ വിവേകം. അത് ദൈവികമാണ്. അത് നമ്മുടെ കുടുംബത്തിലായാലും സെക്കുലർ ലോകത്തിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലും ഒക്കെ നമുക്ക് ഇത് ചെയ്തേ മതിയാവുകയുള്ളൂ. വിമർശനാത്മകമായിട്ടുള്ള വിവേകം. ഈ കഴിവിനെ, ദൈവികമായിട്ടുള്ള ഈ കഴിവിനെ ഉപേക്ഷിക്കണം എന്നല്ല കർത്താവ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ ബീയിങ്ങായി നാം മാറുകയാണ്. നമുക്ക് നമ്മുടേതായിരിക്കുന്ന അതേ ദൈവികമായിട്ടുള്ള ഒന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുകയില്ല. സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു, സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കെടുന്നു, മെക്കാനിക്കലായി മാറുക. പക്ഷെ നമുക്ക് ദൈവികമായിട്ടുള്ള ചില കഴിവുകളുണ്ട്. അത് ന്യായമായ നിലയിൽ, ദൈവത്തിന് പ്രസാദമാകുന്ന നിലയിൽ, ദൈവം അംഗീകരിക്കുന്ന നിലയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ കാണുവാൻ കഴിയുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൈവികമായിട്ടുള്ള വാസനകൾ, കഴിവുകൾ, വിവേകം എങ്ങനെ ഇതൊക്കെ തിരിച്ച് ദൈവത്തിന് സംതൃപ്തികരമായ നിലയിൽ ഉപയോഗിക്കാം എന്ന് നാം ചിന്തിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഓരോ ഗുണവിശേഷങ്ങളുണ്ടല്ലോ, എങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നാം ചിന്തിക്കണം. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. പലപ്പോഴും പരാജയപ്പെടുന്ന ഇവിടെയാണ്. അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ നാം പെട്ടെന്ന് തീരുമാനങ്ങളിലേക്ക് എത്തുകയാണ്. തിരിച്ചെങ്ങനെ ദൈവത്തിനത് പ്രസാദമായിരിക്കും എന്ന് ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞായിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. കാഴ്ചപ്രകാരം ആരെയും വിധിക്കരുത്, പിന്നെ എങ്ങനെ ആയിരിക്കണം? നീതിയുള്ള വിധി വിധിപ്പിക്കും. അപ്പോൾ നമുക്ക് വിധിക്കുവാൻ അവകാശമുണ്ട്, വിശ്വാസികൾക്ക് വിധിക്കുവാൻ അവകാശം തന്നിട്ടുണ്ട്. കാഴ്ചപ്രകാരമല്ല, നീതിയുള്ളായിരിക്കുന്ന വിധി വിധിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം നീതിമാനാണ്. നമ്മുടെ പ്രവൃത്തിയും ആ നീതിമാനായ ദൈവം അംഗീകരിക്കുന്നതായിരിക്കണം. അതുകൊണ്ട് നാം എന്ത് കാര്യങ്ങൾ അതേ കുറ്റം പറയുന്നെങ്കിൽ അഥവാ വിധിക്കുന്നുവെങ്കിൽ അത് നീതിയുള്ളവ, നീതിമാനായ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന നിലയിൽ ആയിരിക്കണം എന്നുള്ളതാണ്. ചില ഘട്ടങ്ങളിൽ ഈ ശരിയും തെറ്റും വിവേചിച്ച് ന്യായവിധി നടത്തുവാനായിട്ട് നാം പരാജയപ്പെടുന്നുണ്ട്. എന്താണ് ശരി, ഏതാണ് തെറ്റെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ശരിയും തെറ്റും വിവേചിച്ച് നീതിയുള്ള നിലയിൽ നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. വളരെ ശ്രമകരമായ ഒരു കടമയാത്, ഈസിയല്ല. വളരെ കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ആ രീതിയിൽ, ആ ഘട്ടത്തിൽ നമുക്ക് എത്തുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെട്ടവർ ആയിരിക്കണം. അപ്പോൾ ദൈവസഭ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവസഭ, ദൈവജനം എങ്ങനെയുള്ളവരായിരിക്കണം? പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവർ ആയിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ആത്മാവിനാൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ച് ആത്മീയവർദ്ധന വരുത്തുവരും എന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവസഭ എപ്പോഴും, വിശുദ്ധ സഭ എപ്പോഴും, എല്ലായ്പ്പോഴും അവർ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ എപ്പോഴും ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് പറ്റുന്ന തെറ്റെന്ന് പറയുന്നത്, എന്നെ പരിശുദ്ധാത്മാവുണ്ട്,
പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയ്ക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പലപ്പോഴും ശത്രുത മനോഭാവത്തോടെയും വൈരാഗ്യബുദ്ധിയോടെയും കോപാകുലരായി തീർന്നുകൊണ്ട് നാം ചിലപ്പോഴൊക്കെ സമൂഹത്തിൽ ആയിത്തീരാറുണ്ട്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നില്ല, സ്വന്തം ബുദ്ധിയിൽ നിന്നുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ ചൂടുകൾ എടുത്തു വയ്ക്കുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവിനെ അകറ്റി നിർത്തുന്നു. ദൈവത്തോട് ചോദിച്ച് വചനപ്രകാരമാണോ എന്ന് തീരുമാനിക്കാതെ സഡനായിട്ട് പെട്ടെന്നായിട്ട് തീരുമാനം എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നാം സ്വയമായി തീരുമാനമെടുക്കുക. അപ്പോൾ ദൈവാത്മാവ് നമ്മൾ ചെയ്തെടുക്കേണ്ടായിരിക്കുന്ന പ്രവൃത്തി പൂർണ്ണമായി വെളിപ്പെട്ട് വരുന്നില്ല, ഇൻആക്റ്റീവായിത്തീരുന്നു. നമ്മുടെ സെൽഫ് സ്വയം ആക്റ്റീവായിത്തീരുന്നു. നമുക്ക് പക്വത ആവശ്യമാണ്, പരിജ്ഞാനം ആവശ്യമാണ്, വിവേകം ആവശ്യമാണ്, ആലോചനാശേഷി ആവശ്യമാണ്, ചിന്താശേഷി ആവശ്യമാണ്. ഇതിൻ്റെ പരിണിത ഫലം എന്തായിത്തീരും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ദോഷഫലങ്ങൾ എങ്ങനെയൊക്കെയായി തീരും എന്ന് ചിന്തിക്കണം. തിരിച്ചെനിക്കത് ദോഷമായി തീരുമോ എന്നൊക്കെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് വേണം നാം ഒരു തീരുമാനങ്ങളിലേക്ക് എത്തുവാൻ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായ വിഷയം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ദൈവവചനം നമ്മെ അറിയിക്കുന്നത് നീതിപൂർവമുള്ളായിരിക്കുന്ന വിധി നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന കേട്ട് ദൈവവചനം എന്താണ് പറയുന്നത് മനസ്സിലാക്കി സ്റ്റെപ്പുകൾ എടുത്ത് മുമ്പോട്ട് പോകണം എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ കർത്താവ് വിധിക്കരുത് എന്ന് പറയുന്നത് ആത്മീയ മണ്ഡലത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആത്മീയ ഗോളത്തെ കൂട്ട സഹോദരങ്ങളുടെ ബന്ധ സഭയിലാണ് ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നത്. നമുക്ക് കഴിയും, ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് കഴിവുണ്ട്, പവറുണ്ട്, അധികാരമുണ്ട് എന്നുള്ള വസ്തുതയാണ്. യൂദായുടെ ലേഖനം 9-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ മീഖായേൽ പറയുന്ന ഇപ്രകാരമാണ്: ദൂഷണവിധി നടത്താതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്നാണ് ആര് പറഞ്ഞത്? മീഖായേൽ പറഞ്ഞത്. മീഖായേലിൻ്റെ ശക്തി ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ചുകൊണ്ട്, പ്രധാന ദൂതൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ന്യായവിധി നടത്താമായിരുന്നു. എന്നാൽ മീഖായേൽ പറഞ്ഞത് കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്നുള്ള അന്തിമ ന്യായവിധി ദൈവം നടത്തട്ടെ, അവന് അധികാരമുണ്ട്, ശക്തിയുണ്ട്. പക്ഷെങ്കിൽ മീഖായേൽ അങ്ങനെയാണ് അവിടെ കാണാൻ കഴിയുക. അപ്പോൾ എത്ര നല്ലൊരു സമീപനമായിരുന്നു ഈ പ്രധാന ദൂതനായ മീഖായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളത് നമുക്കൊക്കെ ഉള്ളായിരിക്കേണ്ട ആത്മീയ പാഠമാണ്. ഇനി എങ്ങനെയാണ് സഭാതലത്തിൽ വിശ്വാസികളുടെ ഇടയിലുള്ള വിഷയങ്ങളെ നാം കൈകാര്യം ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? ഒരു സഭയാകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ കടന്നു വരാറുണ്ട്. ഒരുപാട് വിഷയങ്ങളെ നാം അഭിമുഖീകരിക്കാറുണ്ട്. നമ്മുടെ സഭ മാത്രമല്ല, ലോകത്തുള്ള സകല സഭകളിലും പല വിഷയങ്ങളാണ് കടന്നു വരുന്നത്. എന്നാൽ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്: ദൈവമാണ് സമയാസമയങ്ങളിൽ കാലാകാലങ്ങളിലായിട്ട് സഭയെ ഭരിച്ചുകൊണ്ട് പോകാനായിട്ട് അധ്യക്ഷന്മാരെ അഥവാ മൂപ്പന്മാരെയൊക്കെ ദൈവമാണ് തിരഞ്ഞെടുത്ത് വെക്കുന്നത്. മാനുഷ്യമായ നിയമനമല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് ഓരോ ഘട്ടങ്ങളിൽ അവരെ ആക്കി വച്ചിരിക്കുന്നത്. അവരെ പറ്റിയുള്ളായിരിക്കുന്ന ക്വാളിഫിക്കേഷൻ തീമോഥെയോസിൻ്റെ ലേഖനത്തിലും തീത്തോസിൻ്റെ ലേഖനത്തിലും ഒക്കെ നാം വായിക്കുന്നുണ്ട്. അവരുടെ യോഗ്യതകളെപ്പറ്റി വായിക്കുന്നുണ്ട്. സഭ മൊത്തത്തിൽ ആത്മാവിൽ നിറയപ്പെട്ടവരായിരിക്കണം. അപ്പോൾ തന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരും അതേ നിലവാരം കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നവരായിരിക്കണം. അവരെയാണ് ദൈവം ലോക്കൽ സഭയുടെ, പ്രാദേശിക സഭയുടെ അത് സുഗമമായ നടത്തിപ്പിനായിട്ട് ദൈവം ആക്കി വച്ചിരിക്കുന്ന അധ്യക്ഷന്മാർ. ഓരോ വിഷയങ്ങൾ കടന്നു വരുമ്പോഴും അത് ആത്മീയ വിഷയമായാലും ഭൗതിക വിഷയങ്ങളായാലും ഭരണസംബന്ധമായ വിഷയങ്ങളായാലും അവർ കൂട്ടായി ആലോചിച്ച് പ്രാർത്ഥിച്ച്
ഒരുപാട് ചിന്തിച്ച് പിന്നെയും ചിന്തിച്ച് വചനം എന്ത് പറയുന്നു എന്ന് ചിന്തിച്ച് പഠിച്ചാണ് ഓരോ തീരുമാനങ്ങളെപ്പറ്റിയും തീരുമാനം എടുക്കുവാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് ചില വിഷയങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ ഉപദേശ സംബന്ധമായ വിഷയങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദുരുപദേശങ്ങൾ സഭയിൽ കടന്നു സഭാന്തരീക്ഷം മലിനപ്പെട്ടു പോകാതെ നാം ഉപദേശത്തെ മുറിപ്പെടുക്കേണ്ടിയിരിക്കുന്നു. സഭയിലെ ചില വിഷയങ്ങളോട് ബന്ധത്തിൽ പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ബന്ധങ്ങളെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ പൗലോസ് സ്ഥാപിക്കുന്ന വിഷയമുണ്ട്, അവിശ്വാസികളുമായിട്ട് നിങ്ങൾ ഇണയില്ലാപ്പണ കൂടരുത്. ശക്തമായ താക്കീതാണ്. അപ്പോൾ ആ വിഷയം വരുമ്പോൾ സഭാധ്യക്ഷന്മാർ ആ കാര്യങ്ങളിൽ പഠിപ്പിക്കുകയും വ്യക്തത വരുത്തുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ ഒരു സഭാധ്യക്ഷ സ്ഥാനത്തേക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വിലയിരുത്തേണ്ടത് ദൈവം ആക്കി വച്ചിരിക്കുന്ന ഇടയന്മാരാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ കടന്നു വരുമ്പോൾ അവിടെ പൗലോസ് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ടവരുണ്ടായിരിക്കും, ഉൾക്കരുത്തില്ലാത്തവരുണ്ടായിരിക്കും, ബലഹീനരുണ്ടായിരിക്കും. എന്താണ് ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്? ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുവിൻ, വെള്ളയരോട് അങ്ങനെ ഇങ്ങനെ ചെയ്യുവാനൊക്കെ പറയുന്നുണ്ട്. തീമോഥെയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, നീ ചിലരെ ശാസിക്കണം, തർജ്ജനം ചെയ്യണം, പ്രബോധിപ്പിക്കണം. ഇതൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടയന്മാർ സഭയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ടതായിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ന്യായവിധിയുടെ ആയിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നമുക്കിതൊക്കെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അവർ ഈ നിലയിൽ ന്യായം വിധിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ വായിക്കുന്ന 1-ാം വാക്യം, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് എന്ന് പറയുന്ന കർത്താവിൻ്റെ വാക്കുകൾ നമുക്കൊരു ശക്തമായ പ്രചോദനമാണ് നൽകുന്നത്. സ്നേഹം കൊണ്ട് ഉദാര മനസ്കരും ക്ഷമിക്കുന്ന ഫലമായിട്ട് ഒരു വിശാല ഹൃദയവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിരിക്കുന്ന മനസ്സ് നമുക്ക് ഉണ്ടാകണം. സ്നേഹവും ക്ഷമയും നന്മയുമാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ കാര്യങ്ങൾ ഇതൊക്കെ ദൈവത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ സ്നേഹിക്കുവാനായിരിക്കുന്ന മനസ്സും ക്ഷമിക്കുവാനായിരിക്കുന്ന ഒരു മനസ്സും നന്മ ചെയ്യുവാനായിരിക്കുന്ന മനസ്സും ഉണ്ടാകണമെങ്കിൽ, ധാരാളം ലഭിക്കണമെങ്കിൽ നാമും ഇത് ധാരാളമായിട്ട് അങ്ങോട്ട് ചെയ്യാൻ മതിയാകുകയുള്ളൂ. അങ്ങോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് തിരിച്ചു കിട്ടുകയുള്ളൂ. അനീതി നിറഞ്ഞതും കരുണയില്ലാത്തതുമായ ന്യായവിധി പാടില്ല എന്നാണ് നാം പഠിച്ചു വരുന്നത്. കാരണം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അനീതിയുള്ള ന്യായമില്ലാത്ത ന്യായവിധിയാണ് നടത്തുന്നതെങ്കിൽ അതിൻ്റെ പറഞ്ഞതുപോലെ എന്താണ്? ദൈവത്തെയും ക്രിസ്ത്യാനിത്വത്തെയും എന്ത് ചെയ്യുന്നു? സമൂഹത്തിൽ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് നാം നൽകുന്നത്. സമൂഹം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. പരീക്ഷന്മാരോ ശാസ്ത്രിമാരോ അല്ല ഒരു വ്യക്തിയെ ന്യായം വിധിക്കേണ്ടത്. ഒരു വ്യക്തിയെ മൊത്തമായി അറിയുന്നത് കർത്താവാണ്. കർത്താവിന് മാത്രമേ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് കുറ്റം വിധിക്കുവാൻ, ന്യായം വിധിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി പുറം ലോകത്തെ ന്യായം വിധിക്കേണ്ടത് ദൈവമാണ്. പുറത്തുള്ളവരെ ന്യായം വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല, അത് ദൈവമാണ് ന്യായം വിധിക്കേണ്ടത്. അകത്തുള്ളവരെ, വിശ്വാസ സമൂഹത്തെ അത് തർജ്ജനം ചെയ്യേണ്ടതും ഉപദേശിക്കേണ്ടതും നേരാവഴി നടത്തേണ്ടതും സഭയാണ്, അഥവാ സഭയിലെ അധ്യക്ഷന്മാരാണ്. പുറം ലോകവുമായിട്ട് നമുക്ക് ആത്മീയ ബന്ധങ്ങളില്ല, അത് ദൈവം തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അകത്തെ നമ്മുടെ ആത്മീയത സൂക്ഷിക്കപ്പെടേണ്ടത് സഭ തന്നെയാണ്. യാക്കോബും ഇതേ തന്നെ അഭിപ്രായമാണ് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ കടന്നു വരുമ്പോൾ 4:11-12 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ യാക്കോബ് ഇതേ സന്ദേശം നൽകുന്നത്, സഹോദരന്മാർ അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ
അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ എന്ന് ചോദിക്കുക. അതും സഭാന്തരീക്ഷത്തിലാണ്. ഇപ്പോൾ യാക്കോബ് പറയുന്നതും കർത്താവ് പറഞ്ഞതും ഏകദേശം സിമിലർ തന്നെയാണ്. നാം നമ്മുടെ കൂടെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ബാഹ്യമായ അറിവ് കൊണ്ട് ന്യായം വിധിക്കുന്നുവെങ്കിൽ, ഒരു ചിന്തകൻ പറഞ്ഞത്, നാം എന്ത് ചെയ്യുന്നു? നാം ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനം അങ്ങ് ഏറ്റെടുക്കുന്നു. ദൈവത്തിന് മാത്രമേ അവൻ്റെ പുറമേ ഉള്ളതും അകമേ ഉള്ളതും പൂർണ്ണമായിട്ട് അറിയത്തുള്ളൂ. നാം എന്തൊക്കെയോ കണ്ടു, എന്തൊക്കെയോ കേട്ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. നാം തിരുവഴുത്തമ്മയെ പഠിപ്പിക്കുന്നത് എന്താണ്? ന്യായാധിപതി ഒരുവൻ മാത്രമേ. അതായത് മനുഷ്യരുടെ ചിന്താഗതി, ഞാൻ ചിന്തിക്കുന്ന രീതിക്കനുസരിച്ച്, എൻ്റെ നിലപാടുകൾക്കനുസരിച്ച്, എൻ്റെ രീതികൾക്കനുസരിച്ച് മറ്റുള്ളവരെ എത്തുന്നില്ല എങ്കിൽ അതുകൊണ്ട് അതിൻ്റെ പേരിൽ അവരെ എന്ത് ചെയ്യുന്നു? കുറ്റം വിധിക്കും. ചിലരുടെ പ്രത്യേകത, ഞാൻ എങ്ങനെ ഇരിക്കുന്നുവോ അതേ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെല്ലാവരും വരണം. പറ്റുമോ? അത് പറ്റത്തില്ല. നമ്മൾ എത്രയോ തീവ്രമായ അധ്വാനം ചെയ്താണ് ഈ നിലവാരത്തിൽ എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ എത്രയോ തീവ്രമായ കഠിനാധ്വാനം കഷ്ടപ്പെട്ട് പണിതെടുത്തതാണ് ഒരു ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഇതേ അവസ്ഥയിൽ 45 കൂടുതൽ വർഷങ്ങളായി ആത്മീയ ജീവിതത്തിൽ കർത്താവിനെ സേവിക്കുന്നു. ഒരുപാട് വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്താണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ ഇതേ അവസ്ഥയിൽ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ സഭയിലുള്ള എല്ലാവരും ആയിത്തീരുക എന്ന് പറയുന്നത് സാധ്യമല്ല. നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് വളരുന്നത്. ഒരുപാട് സമയങ്ങളെടുത്താണ് വളരുന്നത്. ഒരുപാട് സമയമെടുത്താണ് മാറ്റങ്ങൾ കൂടി നാം കടന്നു പോകുന്നത്. പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടോ? ഞാൻ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വാദം ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്. തെറ്റിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? ഒരുവൻ തെറ്റ് ചെയ്തു, നമ്മെ ന്യായീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. പാപത്തെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. തെറ്റിനെ തെറ്റെന്ന് പറയണ്ടേ? പറയാം. മിണ്ടാതിരിക്കുന്നുവെങ്കിൽ നാം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ പറഞ്ഞേ മതിയാവുകയുള്ളൂ. തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ്, പാപം പാപം തന്നെയാണ്. അതിനെ മൂടിവെക്കാൻ നമുക്ക് പറ്റുകയില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എന്താണ്? ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിക്കും. അപ്പോൾ ഈ വിഭാഗങ്ങൾ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടായിരിക്കും. ക്രമം കെട്ടവരെ എല്ലായിടത്തും ഉണ്ടായിരിക്കും. പക്ഷേ പൗലോസിൻ്റെ ഉപദേശം എന്താണ്? ക്രമം കെട്ടവരെ ന്യായം വിധിച്ച് തള്ളുകയില്ല, ക്രമം കെട്ടവരെ എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിപ്പിക്കും. അവിടെയാണ് നാം വിജയിക്കേണ്ടത്. അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അവരെ കൗൺസിൽ ചെയ്യുകയാണ് ആവശ്യമായിരിക്കുന്നത്, തർജ്ജനം ചെയ്യുകയാണ് ആവശ്യമായിരിക്കുന്നത്, പ്രബോധിപ്പിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. ആ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്ന വിധം എത്രയോ ഭംഗിയായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തി ഓർക്കേണ്ടത്, ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത്. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടു സഹോദരങ്ങളുടെ ഉപദേശവും അവരുടെ അഡ്വൈസും അവരുടെ പ്രാർത്ഥനയും അവരുടെ ഉപദേശങ്ങളൊക്കെ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ പൗലോസ് പറയുമ്പോൾ തർജ്ജനം ചെയ്യുക, ശാസിക്കുക എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കല്ല, സഭയെന്ന് പറയുമ്പോൾ കൂട്ടായി ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ച് നാം മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അവിടെയാണ് നാം വിജയിക്കുക എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, നിരുപാധികമുള്ള സ്നേഹവും കരുണയും
ആവർത്തിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നിരുപാധികം ഒരു വ്യക്തിയോട് കരുണയും സ്നേഹവും കാണിക്കുക, അതിനുവേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഒരു ഉപാധിയുമില്ലാതെ സ്നേഹിക്കുക. അതിന് കാരണം എന്ന് പറയുന്നത് ദൈവവും നമ്മോട് നിരുപാധികമായിട്ടാണ് കരുണയും സ്നേഹവും കാണിച്ചത്. എന്തെങ്കിലും മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഉപാധി വെച്ചിട്ടാണോ കർത്താവ് നമ്മെ സ്നേഹിച്ചത്, നമുക്ക് രക്ഷ നൽകിയത്? ഇല്ല. അവൻ നിരുപാധികം നമ്മെ സ്നേഹിച്ചു, നമ്മോട് കരുണ കാണിച്ചു. ഇങ്ങനെ ചെയ്താൽ രക്ഷ തരാം എന്ന അടിസ്ഥാനത്തിലല്ല. നമ്മൾ വിശ്വസിച്ചു എന്നുള്ളത് ശരിയാണ്, വിശ്വാസം എക്സസൈസ് ചെയ്തു എന്നുള്ളത് ശരിയാണ്, വേറെ റിക്വയർമെൻ്റ് ഒന്നുമില്ല. നിരുപാധികമായി അവൻ നമ്മോട് കരുണ കാണിച്ചു, നിരുപാധികമായി അവൻ നമ്മെ സ്നേഹിച്ചു. അങ്ങനെ നാം അനുഭവസ്ഥരാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ആത്മീയത നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചുവെങ്കിൽ, നാം തിരിച്ച് മറ്റുള്ളവരോടും നിരുപാധികമായിട്ടുള്ള സ്നേഹവും കരുണയും കാണിക്കും. രണ്ടാമതായിട്ട്, നിരുപാധികമായി തെറ്റ് ചെയ്യുവാൻ അംഗീകാരം കൊടുക്കുവാനും പാടില്ല. ഒരാൾ തെറ്റ് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്, അതുകൊണ്ട് നിരുപാധികമായിട്ട് അവൻ ചെയ്തോട്ടെ എന്ന് അനുവദിക്കാനും പാടില്ല. അപ്പോൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസികൾ പാവത്തിൽ മുഴുകി ഇങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിരുപാധികം അങ്ങ് ചെയ്തോളാൻ അനുവാദം കൊടുക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ എവിടെ എത്തും നമ്മൾ? എങ്ങനെയാണ് സഭയിൽ ആത്മീയ അന്തരീക്ഷം നിലനിൽക്കുന്നത്? പിടിച്ചാൽ നിൽക്കുകയില്ല. അപ്പോൾ നമുക്ക് ഈ വിഷയം ചിന്തിക്കേണ്ടത്, നാം മൗനം പാലിക്കുകയാണെങ്കിൽ അത് അനുവാദം കൊടുക്കുന്നതിന് തുല്യം. അത് മൂടി വയ്ക്കുകയാണ്. മറ്റുള്ളവരും ഇത് ആവർത്തിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനെ ഓർപ്പിച്ചത്, ശാസിക്കണം, തർജ്ജനം തിരുത്തണം, ഇതൊക്കെ ആവശ്യമാണ്. അതെന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് അല്ല, കൺസ്ട്രക്റ്റീവാണ്. നശിപ്പിക്കാൻ വേണ്ടിയല്ല, നന്നാക്കുവാൻ വേണ്ടി ഉള്ളത്. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? എല്ലാവരും ക്രിസ്തുവിൻ്റെ ഭയത്തിൽ വളരണം എന്നുള്ളതാണ്. നശിപ്പിക്കുക എന്നുള്ളതല്ല, അവനെ കൺസ്ട്രക്റ്റ് ചെയ്യുക, പണിതെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായി സംഭവിക്കുന്ന വിഷയങ്ങളാണ്. ഒരു സഭയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നല്ല മാറ്റം ഉണ്ടാകും. ഒരുപാട് സമയങ്ങൾ കൂടി കടന്നു പോയിട്ട് വലിയ ഒരുപാട് സമയമെടുത്താണ് രൂപാന്തരത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത്. നമ്മുടെ മക്കളെ ശിക്ഷിക്കാറുണ്ട്, കുഞ്ഞുങ്ങളെല്ലാവരും നമ്മൾ ശിക്ഷിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ശിക്ഷിക്കുന്നത്? നമുക്ക് അവരോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അവരെ ശിക്ഷിക്കുന്നത്. ശിക്ഷിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, നാമും ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്ത് വന്നവരാ. ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി അവരെ ശിക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർത്തോണം, നമ്മൾ ഇതേ തെറ്റുകൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവരെ ശിക്ഷിക്കുന്നത്? ശരിയാണോ? ശരിയാ. കാരണം ആ തെറ്റിൽ നിന്ന് നാം എന്ത് പഠിച്ചു? പാഠം പഠിച്ചു, അതിൻ്റെ ദോഷം പഠിച്ചു, അതിൻ്റെ പരിണിതഫലം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ തലമുറ അത് ആവർത്തിക്കുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമുക്ക് അവരോട് സ്നേഹമുള്ളതുകൊണ്ട് നാം അവരെ അനുശാസിക്കണം. എന്നാൽ ഇത്രയും പറഞ്ഞു കൊടുത്താലും ചിലർ ചെയ്യും. പിന്നെ അവർ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നു. അപ്പോൾ പഠിപ്പിക്കുക എന്നുള്ളത്, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. എന്നാൽ ചില ആൾക്കാരെ പറഞ്ഞു കൊടുത്താലും പഠിക്കുകയില്ല. ചിലപ്പോഴും എന്ത് ചെയ്യുന്നു? അനുഭവത്തിൽ കൂടിയാണ് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ കൊച്ചുമോള് എവ്ലിൻ ഇവിടെ ഉണ്ടായിരുന്നു 3 വയസ്സ് വരെ. ഞങ്ങൾക്ക് ലവ് ബേർഡ്സ് ഉള്ള സമയത്ത് ഞാൻ ഈ കുഞ്ഞുങ്ങളെ എടുത്ത് കയ്യിൽ അതിനെ വൃത്തിയാക്കി കൂട്ടിലിടും. ഒരു ദിവസം ഞാനൊരു കൊച്ചു ലവ് ബേർഡിനെ എടുത്തിട്ട് അതിനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവള് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൈ വെച്ച് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ ഇത് കടിക്കും. ഇല്ല, കടിക്കത്തില്ല. നമ്മൾ കടിക്കും. ഇല്ല, അപ്പോൾ കടിക്കത്തില്ല, ഞാൻ മുറുക്കി പിടിച്ചോളാം. അപ്പോൾ അങ്ങ് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ കൊച്ചു കുഞ്ഞിനെ എടുത്ത് അവിടെ കൈ കൊടുത്ത് പിടിക്കുകയും അവിടെ വിരലിട്ട് അത് കടിച്ചു. അപ്പോൾ അതിൻ്റെ ചുണ്ട് ഷാർപ്പാണ്, ഇവിടെ കൈ വളരെ സോഫ്റ്റുമാണ്. അത് കയറി കടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടു. ഈ കുഞ്ഞ് താഴെ പോയി, അവൾ കരഞ്ഞുകൊണ്ട് പോയി. പിറ്റേ ദിവസവും ഞാൻ വൃത്തിയാക്കാൻ വന്നപ്പോൾ കുഞ്ഞിനെ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, ലവ് ബേർഡിനെ വേണോ?
നമ്മുടെ കയ്യിൽ തരട്ടെ ചോദിച്ചു. നോ എനിക്ക് വേണ്ട. അപ്പോൾ ആദ്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് മനസ്സിലായില്ല, അനുഭവത്തിൽ നിന്ന് പഠിച്ചു. ഇപ്പം വന്നപ്പോൾ ചോദിച്ചു, ലവ് ബേർഡ്സിനെ വേണോ? വേണ്ട. ആ പണ്ടത്തെ ആ കടിയുടെ ഓർമ്മ അവിടെ മനസ്സിൽ കിടക്കുക. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. അനേകരും അനുഭവങ്ങളിൽ നിന്നാണ് പലതും പഠിക്കുന്നത്. അനുഭവിച്ചവരായതുകൊണ്ട് പലപ്പോഴും പറഞ്ഞു കൊടുത്താലും തലമുറകൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് പറ്റുകയില്ല. എത്രയോ അപകടങ്ങൾ, എത്രയോ ദുഃഖകരമായ അനുഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. ബഹുഭൂരിഭാഗവും വരുന്ന ഈ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, വെള്ളത്തിൽ മുങ്ങിയുള്ള മരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ പോലും അനുസരിക്കാത്ത തലമുറയാണ് കാണുവാൻ കഴിയുന്നത്. വലിയ ദുഃഖത്തിന് കാരണമായി തീരുകയാണ്. ഞാനിതിന് 2 ഉദാഹരണം പറയാം. ഒന്ന്, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമുക്കവിടെ സക്കായിയെ കാണാൻ പറ്റുന്നുണ്ട്. സക്കായിയും യേശുവും കൂടെ അവൻ്റെ വീട്ടിലോട്ട് അവസാനം പോകുന്നുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല. അവിടെ ചെന്നപ്പോൾ കണ്ടവരൊക്കെ പെറുപുറത്തു. അവർ ചോദിക്കുകയാണ്, ഈ പാപിയായ മനുഷ്യനോടുകൂടെ പാർപ്പാൻ നീ പോയത് എന്തിന്? എന്നിട്ട് അവനെ കുറ്റം വിധിച്ചു, കർത്താവിനെ കുറ്റം വിധിച്ചു. നീ പാപിയായ മനുഷ്യൻ്റെ കൂടെ എന്തിനു പോയി? കുറ്റം വിധിച്ചു. കർത്താവ് അവിടെ പറഞ്ഞു തരുമ്പോൾ പറയുന്നുണ്ട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. പക്ഷേ കർത്താവിനോട് ചോദിച്ച പുള്ളികളുണ്ടല്ലോ, അവർക്ക് മനസ്സിലായില്ല എപ്പോഴാണ് ഇവൻ അബ്രഹാമിൻ്റെ മകൻ ആയത് എന്നുള്ളതിന് മനസ്സിലായി. ബാഹ്യമായി നോക്കിയപ്പോൾ ഇവൻ ആരാണ്? ചുങ്കക്കാരനാണ്, പണമെല്ലാം പറ്റുന്നവനാണ്. ബാഹ്യമായി നോക്കിയപ്പോൾ ഇവൻ പാപിയാണ്. പക്ഷേ കർത്താവുമായിട്ടുള്ള ആ സംഭാഷണത്തിനിടയ്ക്ക് പെട്ടെന്ന് നിമിഷങ്ങൾക്കകം ഇവൻ ആരായി തീർന്നു? അബ്രഹാമിൻ്റെ മകനായി തീർന്നു. അവൻ്റെ കുടുംബത്തിൽ രക്ഷ വന്നു. ഇവരറിഞ്ഞില്ല. അപ്പോൾ അവിടെ ന്യായവിധി ശരിയായോ? ന്യായം വിധിച്ച് ശരിയായോ? കുറ്റം പറഞ്ഞ് ശരിയായോ? ശരിയായില്ല. അപ്പോൾ അവർക്ക് അറിയാതെയാണ് സക്കായെ പറ്റി പറഞ്ഞത്, ഇവൻ പാപിയായ മനുഷ്യനല്ലയോ എന്ന് ചോദിച്ചത്. അപ്പോൾ ആർക്ക് മാത്രമേ ആന്തരികമായി അറിയത്തുള്ളൂ? കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ ആന്തരികമായി അറിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഇനി മേലാൽ ഇവനെ കുറ്റം പറയാനായിട്ട് പോരല്ല. കാരണം ഇവൻ അബ്രഹാമിൻ്റെ മകനായി, ഇവന് കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറയുക. ഇനിയും ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ 36-ാം വാക്യത്തിൽ കാണുന്നത്, പരീശനായ ശീമോൻ്റെ വീട്ടിൽ പട്ടണത്തിലെ പാപിയായ ഒരു സ്ത്രീ വരുന്നുണ്ട്. അവൾ പരിമള തൈലം എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശുന്നുണ്ട്, കാൽ ചുംബിക്കുന്നുണ്ട്, കണ്ണുനീർ കൊണ്ട് കാൽ നനയ്ക്കുന്നുണ്ട്, തലമുടി കൊണ്ട് കാല് തുടയ്ക്കുന്നുണ്ട്, അവൻ്റെ കാല് ചുംബിക്കുന്നുണ്ട്, അവൻ്റെ കാലിൽ തൈലം പൂശുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ പരീശൻ ചോദിക്കുകയാണ്, ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തൊട്ട സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. തൊട്ടവളും നിൻ്റെ മുമ്പ് നിൽക്കുന്നവളും എങ്ങനെയുള്ളവളാണെന്ന് നിനക്കറിയാമായിരുന്നു ഈ പ്രവാചകനായിരുന്നുവെങ്കിൽ. അവൾ പാവിയല്ലോ എന്ന് അവർ ചോദിക്കുക. അപ്പോൾ ഇവിടെ പരീശനായിരിക്കുന്ന ശീമോൻ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുക, ന്യായവിധി നടത്തുക, ഇവൾ പാപി. ഉടനെ അതിന് മറുപടിയായിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഒരു വിഷയം അവിടെ പറയുന്നുണ്ട്. കടം കൊടുത്തൊരു മനുഷ്യന് ഒരാൾ 500 വെള്ളിക്കാശും വേറൊരാൾ 50 വെള്ളിക്കാശും വീട്ടുപോകാൻ വകയില്ലാതെ വന്നപ്പോൾ അവന് ഇളച്ചു കൊടുത്തു. എന്നിട്ട് കർത്താവ് ചോദിക്കുക, രസകരമാണ് അവിടെ വായിക്കുന്നത്, വളരെ രസകരമായ ഒരു അവതരണമാണ്. കർത്താവ് ചോദിക്കുകയാണ്, ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? അവർ തന്നെ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഇളച്ചു കൊടുക്കുന്നതിനാണ് സ്നേഹിക്കുന്നത്. നീ അങ്ങനെയുള്ളവനായിരുന്നു. പരീക്ഷീമനോട് പറഞ്ഞു, നീ അവനായിരുന്നു. ഞാൻ ഇളച്ചു തന്നു, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നു. പക്ഷെങ്കിൽ ഇവൾ എനിക്ക് വേണ്ടി ചെയ്തത്, എന്നെ സ്നേഹിച്ചതുകൊണ്ട്, എന്നെ ഓർത്തതുകൊണ്ട്, എന്നെ അറിഞ്ഞതുകൊണ്ട് അവൾ ചെയ്തു. അവളുടെ പാപങ്ങളെ ഞാൻ ക്ഷമിച്ചു കൊടുത്തിരിക്കണം. അവിടെ ന്യായവിധി തെറ്റായി.
അപ്പോൾ കർത്താവ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ പല ഘട്ടങ്ങൾ, പല നിലകളിലാണ് ഓരോരുത്തരുടെയും പാപങ്ങളെ കർത്താവ് ക്ഷമിക്കണം. ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് കർത്താവ് പലരോടും ഇടപെടുന്നത്. ഇനി രണ്ടാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഇവിടെ യാക്കോബ് പറയുന്നത് ഇതേ ചിന്താഗതിയാണ്. കരുണ കാണിക്കാതെ ന്യായം വിധിക്കുന്നവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. അനീതിയായി സ്വയം വിധിച്ചാൽ അതേ മാതിരി തന്നെ തിരിച്ച് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അതായത് വിതയ്ക്കുന്നത് തന്നെ മനുഷ്യൻ കൊയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താഗതി. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 40-45 ഭാഗത്ത് വായിക്കുമ്പോൾ 2 വിഭാഗങ്ങളെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, പറഞ്ഞു പോവുകയാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്യാത്തത്തോളം എല്ലാം എനിക്ക് ചെയ്തു. ഒന്നാമത്തെ ഗ്രൂപ്പ്, എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്യാത്തത്തോളം അതാർക്ക് ചെയ്തതാണ്? എനിക്ക് ചെയ്തു. അതായത് അവർ പറയുന്നു, ഇവർ സ്വയം തീരുമാനിച്ചു ഇവരെ സഹായിക്കുക എന്നുള്ളത് തീരുമാനിച്ചു. അവർ ജഡ്ജ്മെൻറ്റ് ചെയ്തു, ഇവരെ ഞങ്ങൾ സഹായിക്കും. അവർ ചെയ്തു. അപ്പോൾ റൈറ്റായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്, ശരിയായ വിധിയായിരുന്നു. ഇവർ അർഹതപ്പെട്ടവരാണ്. ചെറിയ ആ സഹോദരന്മാർക്ക് ചെയ്തത് എനിക്ക് ചെയ്തു. അപ്പോൾ അവരുടെ ന്യായവിധി, അവരുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ സഹായിപ്പാൻ മനസ്സ് വന്നപ്പോൾ അതാർക്ക് ചെയ്തു? കർത്താവിന് ചെയ്തു. അപ്പോൾ അവരുടെ ജഡ്ജ്മെൻറ്റ്, അവർ വിധിച്ചത് കറക്റ്റായിരുന്നു. ഇവർക്ക് അർഹതപ്പെട്ടവരാണ്, ആവശ്യമുള്ളവരാണ് എന്ന് സ്വയം വിധിച്ചു കൊടുത്തു, സഹായിച്ചു. അപ്പോൾ സഹായിച്ചപ്പോൾ അതാർക്കാണ് ചെയ്തത്? കർത്താവ് പറയുന്നത് അവർ എനിക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് കരുണയുള്ളതായ ന്യായവിധി കിട്ടി. ദൈവം അവരെ അംഗീകരിക്കും. രണ്ടാമത്തെ കൂട്ടർ, എൻ്റെ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ചെയ്യാത്തത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാനോ. രണ്ടാമത്തെ കൂട്ടർ എന്തു പറയുന്നു? അവർ പറഞ്ഞു കൊടുക്കത്തില്ല, ചെയ്യത്തില്ല. അപ്പോൾ അവരുടെ റോങ് ജഡ്ജ്മെൻറ്റ്, ഞാൻ കൊടുക്കത്തില്ല. അപ്പോൾ കൊടുക്കാതിരുന്നിടത്തോളം കാലം ആർക്കാ? അതിൻ്റെ അർത്ഥം കർത്താവിന് കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ 2 കൂട്ടരുടെ ജഡ്ജ്മെൻറ്റ് ഓർത്ത് നോക്കിയേ. ഒരു കൂട്ടർ കൊടുക്കുവാൻ തയ്യാറായി, റൈറ്റ് ജഡ്ജ്മെൻറ്റ്, കൊടുക്കണം അതായിരിക്കും ജഡ്ജ്മെൻറ്റ്. ഒരു കൂട്ടർ ഉണ്ടായിട്ടും കൊടുക്കുവാനായിട്ട് തയ്യാറായില്ല, റോങ് ജഡ്ജ്മെൻറ്റ്. എന്ത് സംഭവിച്ചെന്നു? അവസാനം അവർ നിത്യദണ്ഡനത്തിലേക്ക്, നിത്യ ന്യായവിധിയിലേക്ക് പോകുവാൻ രാജ്യത്ത് ഇവർക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടായി. അവിടുത്തെ ഒരു കൂട്ടർക്ക് കരുണയുള്ള ന്യായവിധി കിട്ടുന്നു, ഒരു കൂട്ടർ കരുണയില്ലാത്ത ന്യായവിധി കിട്ടിയെന്ന് കാണുകയാണ്. ഇനി 3 മുതൽ 5 വരെയുള്ള ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെയാണ് ഈ ഉദാഹരണ സഹിതം, ഉപമ സഹിതം ഈ വിഷയം കർത്താവ് അവതരിപ്പിക്കുന്നു. ഇതുവരെ പറഞ്ഞത് വിഷയമായിരുന്നു. ആ വിഷയം സ്ഥാപിക്കാൻ വേണ്ടി കർത്താവ് അടുത്തൊരു ഉപമ പറയാം. അതാണ് ഇവിടെ കാണുന്നത്. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കുക, നിൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളവാൻ വെടിപ്പായി കാണും. ഇത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വിഷയമാണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്, പറയാറുമുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വിഷയം, സ്വന്തം ജീവിതത്തിലെ വലിയ തെറ്റുകൾ അവഗണിക്കുകയും മൂടിവെക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ പെരുപ്പിച്ച് പരസ്യമാക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ പ്രവണതകളെയാണ് കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക ഭാഷ. ഇത് തികച്ചൊരു ആലങ്കാരിക ഭാഷയാണ്. എന്നാൽ നടന്ന സംഭവമായിട്ടല്ല ഇത് പറയുന്നത്. ഇത് നടന്നിട്ടില്ല, പക്ഷെ നടന്നതായിട്ട് കർത്താവ് അവതരിപ്പിക്കുക.
കർത്താവ് കണ്ടിട്ടൊന്നുമല്ല, പക്ഷെ നടന്നതായിട്ട് കർത്താവ് അങ്ങ് അവതരിപ്പിക്കുക, ഒരു ഭാഷയിൽ, ആലങ്കാരിക ഭാഷയിൽ അവതരിപ്പിക്കുക. ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട വിഷയം 2 ഗ്രീക്ക് പദങ്ങളാണ് കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, ഇതൊരു രസകരമായ നിലയിലാണ് കർത്താവ് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഗ്രീക്കൻ വാക്കെന്ന് പറയുന്നത് കാർപ്പോസ് എന്നാണ്. കാർപ്പോസ് എന്ന് പറഞ്ഞാൽ സ്പെക്, അഥവാ അറക്കപ്പൊടിയുടെ ഒരു ചെറിയ കഷണം, ഒരു ചെറിയ തരി. മില്ലിലൊക്കെ തടി അറക്കുമല്ലോ, അതിൻ്റെ ചെറിയൊരു തരി കണ്ണി കിടക്കുക. രണ്ടാമത്തെ ഗ്രീക്ക് വാക്ക് ഡോക്കോസ് എന്നാണ്. ഡോക്കോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അല്പം വലിപ്പമുള്ള ഒരു കമ്പ്. ഈ വലിപ്പമുള്ള കമ്പ് കണ്ണിലിരിക്കുകയും അതിൻ്റെ തന്നെ ചെറിയൊരു തരി കണ്ണിൽ വേറൊരാളുടെ കണ്ണിൽ കിടക്കുകയും ചെയ്തു. 2 വാക്കുകൾ എടുത്തുള്ളായിരിക്കുന്ന ഉപയോഗമാണ്. അതായത് സ്വന്തം കുറവുകൾ മൂടി വച്ചിട്ട്, മറച്ചു വച്ചിട്ട് മറ്റുള്ളവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുക. കണ്ണിനകത്ത് കമ്പിങ്ങനെ ഉടക്കി കിടക്കുക. ആ വ്യക്തി കണ്ണിനകത്ത് ചെറിയൊരു ചരട് ഒരു കിടക്കുന്നുണ്ട്, പറയുകയാണ്, നിൽക്ക്, ഞാൻ അത് എടുത്തു തരാം. അത് പ്രായോഗികമാകുന്ന വിഷയമാണോ? പ്രായോഗികമാകുമോ? എങ്ങനെയാണ് അവന് അത് ചെയ്യാൻ പറ്റുക? അതായത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാഴ്ച നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു ഡോക്ടർ, കണ്ണിൻ്റെ ഡോക്ടർ, തിമിര ശസ്ത്രക്രിയ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഒരു ഡോക്ടർക്ക് കാഴ്ചശക്തി പോയി, പക്ഷെ ആ ഡോക്ടർ എന്ത് ചെയ്യാൻ പോവുക? തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്യും. എന്ന് മാതിരിയാ കർത്താവ് ഇവിടെ രസകരമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിനകത്തെ സന്ദേശം വളരെ ലഘുവും എപ്പോഴും ഓർത്തിരിക്കുവാൻ കഴിയുന്നതുമായ വിഷയമാണ്. ഇതൊന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു 3 ഉദാഹരണം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. സമയം വേഗത്തിൽ പോവുകയാണ്, വേഗത്തിൽ പറയാം. ഒരിക്കൽ യേശു ദേവാലയത്തിൽ ഇരുന്ന് ജനത്തോട് ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ആ സന്ദർഭത്തിൽ പരീശന്മാരും ശാസ്ത്രിമാരും വ്യഭിചാരിയായിരിക്കുന്ന ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അവരുടെ നടുവ് നിർത്തിക്കൊണ്ട് പറയുകയാണ്, യേശുവിൻ്റെ സംഭാഷണം തടസ്സപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാരത്തിൽ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. നീ എന്ത് പറയുന്നു? കല്ലെറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എറിഞ്ഞാൽ പോരായിരുന്നു. യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ യേശു എന്ത് പറയും? ന്യായപ്രമാണം ഇങ്ങനെ പഠിപ്പിക്കുന്നു, മോശ ഇങ്ങനെ പഠിപ്പിക്കുന്നു, നീ എന്ത് പഠിപ്പിക്കുന്നു എന്നൊക്കെ കർത്താവിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ യേശു എന്താ ചെയ്യുന്നത്? യേശു വിരൽ കൊണ്ട് നിലത്തിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഇവരിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഗുരു എന്താ ചെയ്യേണ്ടത്? കർത്താവ് നിവർന്ന് തലയുയർത്തി എന്നിട്ട് പറയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നത് മൂത്തവരും ഇളയവരും എല്ലാവരും കടന്നു കളയും. അപ്പോൾ ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? പ്രായമുള്ളവരും ഉണ്ട്, പ്രായമില്ലാത്തവരും, മൂത്തവരും ഇളയവരും എല്ലാവരും ഉണ്ട്. ഈ കക്ഷികളെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ കർത്താവ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒറ്റയൊരുത്തനും അറിയണ്ട, ആർക്കും കല്ലും എടുക്കണ്ട, എടുത്ത കല്ല് ഇട്ടിട്ട് എല്ലാവരും പോയി. കർത്താവ് എത്രയോ ഭംഗിയായ നിലയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പാപം ഇങ്ങനെ കിടക്കുമ്പോൾ, ന്യായപ്രമാണം അനുശാസിക്കുന്ന നിലയിൽ നിങ്ങൾ എത്തിയിട്ടില്ല, പാപത്തിൽ നിങ്ങൾ കുതിർന്നു കിടക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് വേറെ ആളിനെ ശിക്ഷിക്കുവാനായിട്ട് കഴിയുക എന്ന് കർത്താവ് അവിടെ പറയുകയാണ്. രണ്ടാമതായിട്ട് അടുത്തൊരു ഉദാഹരണം കാണാൻ കഴിയുന്നത്, ദാവീദ് ഒരിക്കൽ വലിയ പാപം ചെയ്തു, പാപത്തിൽ വീണ്ടുപോയി. അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാതിരിക്കാൻ വേണ്ടി അടുത്തൊരു പാപം ചെയ്തു. അതെന്തായിരുന്നു? കൊലപാതകം ചെയ്തു. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നടക്കുക, ആരും അറിയാത്ത നിലയിൽ ഒന്നും അറിയാതെ ഇങ്ങനെ തലയുയർത്തി നടക്കുക. അവൻ അനുദപിക്കുന്നില്ല, മടങ്ങി വരുന്നില്ല, പശ്ചാത്തപിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കും നാഥാനെ പറഞ്ഞു വിട്ടു. നാഥാൻ വളരെ ഭംഗിയായ ഒരു കഥ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. ഉടനെ ദാവീദ് പറയുകയാണ്, അവൻ കൊല്ലപ്പെടണം, 4 ഇരട്ടിയായ ശിക്ഷ
അനുഭവിക്കണം എന്ന് ദാവീദ് പറഞ്ഞു. ഉടനെ നാഥാൻ പറഞ്ഞത്, അതേ, വേറെ ആരുമല്ല, നീ തന്നെയാണ്, നീ തന്നെയാണ്. എങ്ങനെയുണ്ട് കർത്താവ് ദൈവത്തിൻ്റെ ന്യായവിധി? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പാപം ഇങ്ങനെ കുടിക്കൊള്ളുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ ശിക്ഷ വിധിക്കാൻ പറ്റുക? മൂന്നാമതായിട്ട് കാണാൻ കഴിയുന്നത്, അവിടുത്തെ കാണാൻ കഴിയുന്നത്, ഇവരെ കർത്താവ് വിളിക്കുന്നത് കപടഭക്തിക്കാര എന്നാണ്. നിൻ്റെ ഭക്തി കപടമാണ്. പരീശന്മാരോട് ശാസ്ത്രം പറയാൻ, നിങ്ങളുടെ ഭക്തി കപടമാണ്. മറ്റുള്ളവരെ വിധിക്കുക, പുച്ഛിക്കുക. ഇന്ന് ഞാൻ ഫേസ്ബുക്കിലൊരു പടം കണ്ടു. യെരുശലേമിലാണ് 2 കന്യാസ്ത്രീകൾ, നിങ്ങളവർ കണ്ടോന്ന് കഴിഞ്ഞ കന്യാസ്ത്രീകൾ ഒരു കെട്ടിടത്തിന് മുമ്പ് നിൽക്കുക. ആ സന്ദർഭത്തിൽ കുറച്ച് യഹൂദ റബിമാർ തലയിലൊക്കെ തൊപ്പിയൊക്കെ നടന്നു പോവുക. ഈ കന്യാസ്ത്രീകളെ നോക്കിക്കൊണ്ട് തുപ്പിയിട്ട് പോകും. അപ്പോൾ അവരുടെ ഉള്ളിലെ ക്രൈസ്തവ വിരോധം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ചിന്തിപ്പാൻ കഴിയും. ഇതാണ് പരീശന്മാരുടെ ഭക്തി എന്ന് പറയുന്നത്. തുപ്പിക്കൊണ്ട് പോവുക ഈ കന്യാസ്ത്രീകൾ നോക്കിക്കൊണ്ട്. കന്യാസ്ത്രീകൾ തിരിഞ്ഞു നോക്കി ഇങ്ങനെ ശാന്തമായി നിൽക്കുക. അപ്പോൾ ഈ കാലത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് എത്ര അധികമാണ്, പഴയ നിയമകാലത്ത് എത്ര അധികമാണ്. ഇവരോടാണ് കർത്താവ് പറയുന്നത്, കപടഭക്തിക്കാരാ, നിൻ്റെ ഭക്തി എത്രമാത്രം ആണ് എന്ന് ചോദിക്കുക. മറ്റുള്ളവരുടെ കണ്ണിൽ പൊടി വീണാൽ അത് എടുത്ത് കളയുന്നത് നല്ല കാര്യമല്ലേ? അല്ലേ? മറ്റുള്ളവരുടെ കണ്ണിൽ എന്തെങ്കിലും വീണാൽ എടുത്ത് കളയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതെടുത്ത് കളയുക തന്നെ വേണം. നമ്മൾ അതുപോലെ ശ്രമിച്ചെടുത്ത് കളയേണ്ട ആവശ്യമാണ്. പക്ഷെങ്കിൽ അതിനെക്കാട്ടി പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മുടെ കണ്ണ് തുറക്കാൻ പോലും കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ വിഷയത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്നത്? നമ്മുടെ കണ്ണിലകപ്പെട്ടു പോയ ആ ചെറിയ കമ്പ് നമ്മെ ഇങ്ങനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ അസ്വസ്ഥയാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ചെറിയ വിഷയത്തിൽ എങ്ങനെയാണ് നമുക്ക് നീതിപൂർവ്വം കാണുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുന്നത്? 3 കാരണങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 3 കാരണങ്ങളാൽ നമുക്ക് വേറൊരാളിനെ ന്യായം വിധിക്കുവാനായിട്ട് പറ്റുകയില്ല. 1, പൂർണ്ണമായിട്ടുള്ള വസ്തുതകൾ ആർക്കും ഒരിക്കലും അറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള വസ്തുതകൾ ആർക്കും ഒരിക്കലും അറിയുവാൻ പറ്റുന്നില്ല. ഒരു വ്യക്തിയെ പൂർണ്ണമായി നമുക്കറിയുവാനായിട്ട് സാധിക്കുകയില്ല. അത് പൂർണ്ണമായി അറിയാതെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു നീതിപൂർവമായിട്ടുള്ള ന്യായവിധി നടത്തുവാൻ പറ്റുക? 2, രണ്ടാമത്തെ വിഷയം, നിഷ്പക്ഷമായിട്ട് വിധിക്കുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ദൈവം മാത്രമാണ് പൂർണ്ണമായും നിഷ്പക്ഷത ഉള്ളവൻ. അവിടെയും നമുക്ക് പറ്റുകയില്ല. 3, ഒരു മനുഷ്യനെ ന്യായം വിധിക്കത്തക്ക നിലയിൽ നാം ആരും എത്തിയിട്ടില്ല. അത്രയും നാം വളർന്നിട്ടില്ല. പൂർണ്ണമായിട്ടും തെറ്റുകൾ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ വേറൊരാളിനെ ന്യായം വിധിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആ പൂർണ്ണൻ എന്ന് പറയുന്നത് ആരാണ്? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. നാം പഴയത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ അകമേ ഉള്ളത് നോക്കുന്നു. നാം ബാഹ്യമായി കണ്ടുകൊണ്ട് ന്യായം വിധിക്കുന്നു, ദൈവം ആഴമായി അകം കണ്ടുകൊണ്ട് ന്യായം വിധിക്കുന്നു. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സഭാന്തരീക്ഷമായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം വചനത്തിൻ്റെ അറിവിൽ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭ അത് പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുവാനായിട്ട് അവർ വളർന്നു വരണം എന്നുള്ളത് വേറൊരു വശമാണ്. എന്നാൽ പൂർണ്ണത എന്ന് പറയുന്ന കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ അവസാനത്തെ വാക്യത്തിലേക്ക് കടന്നു വരട്ടെ. ഈ 1 മുതൽ 5 വരെയുള്ള ഭാഗത്ത് കർത്താവ് പറയുന്ന, നിങ്ങൾ ആരെയും വിധിക്കരുത് എന്ന് പറയാം, വിധിക്കരുത്. എന്നാൽ 6-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ വിധിക്കണം എന്ന് പറയുന്നു. 6-ാം വാക്യത്തിൽ അതെന്താണ്? വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്, അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരുന്നു.
അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയത്തില്ല, മനസ്സിലായോ? ആദ്യത്തെ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് ആഴമായിട്ട് ആന്തരികമായിട്ട് അവരെ അറിയാത്തത് കൊണ്ട് നിങ്ങൾ വിധിക്കുവാനായിട്ട് പാടില്ല. പക്ഷേ ഇവിടെ പറയുന്ന പട്ടിയും പന്നിയും നായ്ക്കളെയും നമുക്കറിയാം. അതിൻ്റെ ആന്തരികമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ബാഹ്യമായിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഈ നായ്ക്കളുടെയും പന്നികളുടെയും സ്വഭാവം എന്താണ് ഇവിടെ പറയുന്നത്? വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, വിലയേറിയ മുത്തുകൾ പന്നിയുടെ മുമ്പിൽ ഇട്ട് കളയൽ, അത് ചവിട്ടിക്കളയും, നിങ്ങളെ തിരിഞ്ഞ് അത് ചിന്തിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് അതിനെ നിങ്ങൾ ന്യായം വിധിപ്പിക്കും. അപ്പോൾ ഒരു കൂട്ടരെ ന്യായം വിധിക്കാൻ പാടില്ല, വേറൊരു കൂട്ടരെ ന്യായം വിധിക്കും. എൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ വിശുദ്ധ സഭ വേറെ സ്ഥലത്ത് അശുദ്ധമായിട്ടുള്ളത്, രണ്ടിനെയും രണ്ട് നിലവാരത്തിൽ നമ്മൾ കാണണം എന്ന് ഓർപ്പിക്കുക. ഇവിടെ 1 മുതൽ 5 വാക്യങ്ങൾ കാണാൻ കഴിഞ്ഞത് ന്യായം വിധിക്കരുത് എന്നാണ്. 6 വാക്യത്തിൽ ന്യായം വിധിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ പഠിക്കേണ്ട വിഷയം ഇവിടെ കർത്താവ് ആദ്യം പറഞ്ഞത് 1 മുതൽ 5 വാക്യത്തിൽ പറഞ്ഞത് ഒരു ഉദാഹരണം കർത്താവ് പറയുന്നുണ്ട്. ആ ഉദാഹരണത്തിൽ കൂടി തെളിയിച്ച വിഷയത്തിൻ്റെ മറ്റൊരു വശം സ്ഥാപിക്കുവാൻ വേണ്ടി വേറൊരു ഉദാഹരണം പറയും. ഇവിടെ ഞാൻ പറയാം, കർത്താവ് ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണത്തിൽ കൂടി കർത്താവ് തെളിയിച്ച വിഷയത്തിൻ്റെ മറ്റൊരു വശം സ്ഥാപിക്കാൻ വേണ്ടി കർത്താവ് വീണ്ടും വേറൊരു ഉദാഹരണം പറയാം. അവിടെയാണ് ഈ നായയെയും പന്നിയെയും കർത്താവ് കൊണ്ടുവരിക. ഈ ഭാഗങ്ങളിൽ തെറ്റായ ന്യായവിധിയും ശരിയായ ന്യായവിധിയും കർത്താവ് ഇവിടെ തെളിയിച്ചു കൊടുക്കുക. ഇത് സ്ഥാപിക്കുവാനാണ് ഈ 2 ഉദാഹരണങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. 2 ജന്തുക്കളെ കൊണ്ടുവരിക, ഒന്ന് നായയും മറ്റൊന്ന് പന്നിയും. ഈ ന്യായപ്രമാണത്തിൽ ഈ 2 ജീവികളും അശുദ്ധിയുള്ള മൃഗങ്ങളാണ്. നാം മനസ്സിലാക്കേണ്ട വിഷയം, മനുഷ്യനെ വിധിക്കുവാനായിട്ട് പാടില്ല. കാരണം യഥാർത്ഥ മനുഷ്യൻ ആരാണ്? ആന്തരിക മനുഷ്യനാണ്. ആന്തരിക മനുഷ്യനാണ്. അകമേ ഉള്ള മനുഷ്യനെ അറിയാത്തത് കൊണ്ട് അവനെ വിധിക്കുവാനായിട്ട് പാടില്ല. ഒരു മനുഷ്യനെ നാം എടുക്കുമ്പോൾ ബാഹ്യമായി കാണുന്നതല്ല മനുഷ്യൻ എന്ന് പറയുന്നത്, ആന്തരികമായിട്ടുള്ളതാണ് മനുഷ്യൻ. ആന്തരികമായിട്ടുള്ള ആത്മീയനായിട്ടുള്ള ആ മനുഷ്യനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ന്യായം വിധിക്കാൻ പറ്റുക? നമുക്ക് മാനദണ്ഡമില്ല. അപ്പോൾ തന്നെ 2 മൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഇതിനെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം, ഇതിൻ്റെ ആന്തരിക ഘടനകളെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അതിൻ്റെ ആന്തരികമല്ല, അത് ബാഹ്യമായി കാണുന്നതാണ്. അതിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ന്യായം വിധിപ്പീൻ എന്ന് പറയും. അപ്പോൾ 2 തലങ്ങളിൽ നിന്ന് നാം ന്യായവിധി നടത്തുക. ഒന്ന് സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് ആന്തരികമായ വിഷയങ്ങളെ അറിയാൻ പറ്റാത്തതുകൊണ്ട് ദൈവം ന്യായം വിധിക്കട്ടെ എന്ന് ചിന്തിക്കുകയും ചെയ്യണം. ഇവിടെ സമയം തീർന്നിരിക്കുകയാണ്. ഈ 2 ഈ മൃഗങ്ങളെപ്പറ്റി അത് ഇവിടെ പറയുന്ന വിശുദ്ധമായത് എന്നൊക്കെ പറയുമ്പോൾ പല പല ഉദാഹരണങ്ങൾ, പല തിയറികൾ അതിൻ്റെ മുമ്പിലുണ്ട്. അതിലൂടെ ഞാൻ പോകുന്നില്ല, സമയം തീർന്നിരിക്കുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞ വിഷയം ആരൊക്കെയാണ് നാം ന്യായം വിധിക്കേണ്ടത്, ആരെയാണ് ന്യായം വിധിക്കുവാൻ പാടില്ലാത്തത്. ഒരു സ്ഥലത്ത് നാം കടന്നു വരുമ്പോൾ നാം പഠിക്കേണ്ട വിഷയം എങ്ങനെയുള്ളവരാണ് എന്ന് നാം ഒന്ന് ആഴമായി ഒന്ന് ചിന്തിക്കണം. ഒരു വ്യക്തിയെപ്പറ്റി നാം കാണുമ്പോൾ എങ്ങനെയുള്ളവർ, ഇത് വിഷയങ്ങളെല്ലാം വിശ്വാസ സമൂഹത്തോടാണ് കർത്താവ് പറയുന്നത്. സഭയിൽ ഉള്ളവർ വിശ്വാസികൾ,
വിശ്വാസികളോട് നാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് നാം ചിന്തിപ്പീൻ എന്ന് കർത്താവ് ഓർക്കുക. എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല, വ്യത്യസ്തമായിരിക്കും മനോഭാവം, ചിന്താഗതികൾ, ധാരണകൾ, പ്രവർത്തന ശൈലികൾ, സംസാര രീതികൾ എല്ലാം വ്യത്യസ്തമാണ്. നമ്മളെല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ നിങ്ങളെക്കാട്ടിൽ ശ്രേഷ്ഠരെന്ന് എണ്ണുവീൻ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മാറ്റങ്ങൾ, രൂപാന്തരങ്ങൾ പെട്ടെന്നുണ്ടാകുന്നവയല്ല, അതൊരുപാട് ഘട്ടങ്ങളിൽ കൂടി കടന്നു പോയിട്ടാണ് മാറ്റങ്ങൾ വരുന്നത്. പൂർണ്ണതയിലെത്തുവാനായിട്ട് ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് ദീർഘമായ ആത്മീയ യാത്ര ചെയ്തുവെങ്കിൽ മാത്രമേ ഒരു പക്വതയുള്ളതായിരിക്കുന്ന ആത്മീയ ജീവിതത്തിലേക്ക് നമുക്ക് വരുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ബാഹ്യമായിട്ട് കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അങ്ങനെയുള്ള വിധിയല്ല, മറിച്ച് ആന്തരികമായ അവസ്ഥയെ അറിയുന്നവൻ ഒരുവൻ മാത്രമാണ്. അത് കർത്താവാണ്. അവനെ അന്ത്യമായി ന്യായം വിധിക്കണം. അപ്പോൾ തന്നെ ഡിസിപ്ലിൻ ഒക്കെ നമുക്ക് ആവശ്യമാണ്. സഭാന്തരീക്ഷത്തിൽ അത് ഉപദേശവും പ്രമാണങ്ങളും തർജ്ജനവും എല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം സ്നേഹത്തിൻ്റെതായിരിക്കുന്ന ഭാഷയിലാണ് ചെയ്യേണ്ടത് എന്ന് കാണുക. രണ്ടാമതായിട്ട്, ഒരു കൂട്ടർ നമുക്കറിയാം, ഒരു കൂട്ടരെ അറിയത്തില്ല, ഒരു കൂട്ടരെ നമുക്ക് നന്നായിട്ട് അറിയാം. അറിയുന്നതായിരിക്കുന്നതുകൊണ്ട് അതിനെ വിധിക്കുക, അവരെ വിവേചിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. അപ്പോൾ ഒന്നിനെ വിധിക്കാൻ പാടില്ല, മറ്റൊന്നിനെ വിവേചിക്കുക. ശരിയാണോ തെറ്റാണോ വിവേചിക്കുക. ഈ രണ്ട് അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നാം ന്യായവിധി നടത്തുവാൻ എന്ന് കർത്താവോട് ഓർപ്പിക്കുക. എത്രയോ ആഴമേറിയ ചിന്തയാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ചിന്താഗതികളെല്ലാം തന്നെ ആ നിലയിൽ രൂപപ്പെട്ടു വരാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ബാഹ്യമായി കാണുന്ന വ്യക്തിയല്ല ആന്തരിക മനുഷ്യൻ. ഒരു പക്ഷെങ്കിൽ ഒരുപാട് ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്നാൽ ഈ വ്യക്തി എവിടെയെങ്കിലും വെച്ച് കർത്താവിനോട് ക്ഷമ ചോദിച്ച് കാണും, അനുഭവിച്ച് കാണും, മടങ്ങി വന്ന് കാണും, നാം അറിഞ്ഞു കാണുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് മധ്യസ്ഥ അണയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിധി എന്ന് പറയുന്നത്. അങ്ങനെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നിലയിൽ ദൈവം ഒരു അവസരം ഇവിടെ തന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.